സാമൂഹ്യക്ഷേമ പെൻഷൻ വിഷയത്തിൽ CPM വ്യാജ പ്രചാരണം നടത്തുന്നു എന്നാണ് KPC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥിന്റെ ഇന്നത്തെ പ്രതികരണം. പാവപ്പെട്ട ജനങ്ങൾക്ക് യഥാസമയം പെൻഷൻ വിതരണം ചെയ്യണമെന്ന് മാത്രമാണ് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നുവെന്നത് കളവാണെന്നും PC വിഷ്ണുനാഥ് പറഞ്ഞു. ഇവിടെ ചില ആളുകൾ പറയുന്നത് കേട്ടു, 80-ൽ ആദ്യമായി സാമൂഹ്യ പെൻഷൻ ഇടതുപക്ഷം കൊണ്ടുവന്നു, കോൺഗ്രസ് അതിനെ എതിർത്തു എന്നൊക്കെ പറഞ്ഞത് കേട്ടു. 80-ലല്ല കേരളത്തിൽ ആദ്യമായി സാമൂഹ്യ പെൻഷൻ നടപ്പിലായത്. അത് കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ആർ ശങ്കർ, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൽ, അദ്ദേഹം ധനകാര്യമന്ത്രി കൂടിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ അന്നത്തെ ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം. കേരള വാസ് ദ സെക്കൻഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഇൻട്രൊഡ്യൂസ് ദ ഓൾഡ് ഏജ് പെൻഷൻ. ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനമായി സാമൂഹ്യ പെൻഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന്. ആ സാമൂഹ്യ പെൻഷൻ അന്നത് വാർദ്ധക്യകാല പെൻഷനാണ്. ആർ ശങ്കറാണ്, കോൺഗ്രസ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായിരുന്നു. അതിനെ ഇടതുപക്ഷം കൊണ്ടുവന്ന സാമൂഹ്യ പെൻഷൻ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഈ തെറ്റായ പ്രചരണം.